ബേസിക്കലി ആദ്യം കുറച്ച് ചോറ്, നല്ല ചൂട് ചോറ്, ചെമ്പാവരി ആണെങ്കിൽ ചെമ്പാവരി, പുത്തനരി ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചോറ്, പിന്നെ കുറച്ച് തോരൻ, പിന്നെ കുറച്ച് അവിയൽ, പിന്നെ കുറച്ച് എന്താണ് മുളകിട്ട അച്ചാർ, പിന്നെ ഇച്ചിരി സൈഡിൽ നല്ല വറുത്ത മീൻ, പിന്നെ മീൻകറിയില്ലേ? സൈഡിൽ മീൻകറീൻ്റെ കൂട്ട് മാത്രമായിട്ട് സൈഡിൽ, പിന്നെ നല്ല ഓംലെറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ രാവിലെ തന്നെ ബുക്കും ലാപ്ടോപ്പും ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും മൂട്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി വന്നതാണേ. മൂട്ട് എന്താണെന്നും മൂട്ട് കോമ്പറ്റീഷൻസ് എങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഞങ്ങളെ ചട്ടിച്ചോറിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അഞ്ജലി അങ്ങ് കൊതിപ്പിച്ചു. അങ്ങനെ ചട്ടിച്ചോറ് കഴിക്കാതെ ഇനി മുന്നോട്ടേക്കില്ല, ഒരക്ഷരം പോലും പഠിക്കാനില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്ന പോക്കാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഞങ്ങൾ കൃത്യം 12 മണിയായപ്പോൾ തന്നെ ചട്ടിച്ചോറ് കഴിക്കാനെത്തി. ഞങ്ങൾക്കിന്നൊരു ഭയങ്കര ലോങ് ഡേ ആണ്. മൂട്ടിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്, നാളെ വൈവ ഉണ്ട്, ഇൻറ്റേൺഷിപ്പ് വൈവ, അതുപോലെ ട്രയൽ അഡ്വക്കസി ഉണ്ട് 2 ദിവസം കഴിയുമ്പോൾ, അതിൻ്റെ പ്രാക്ടീസ്, ഇതെല്ലാം ഉണ്ട്. എന്നാലും വിശപ്പാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചട്ടിച്ചോറ് കഴിക്കാൻ വന്നു. അവിടെ വന്നപ്പം ഒരു സെക്കൻഡ് തോട്ട്, എല്ലാവരും കൂടെ ചട്ടിച്ചോറ് കഴിക്കണോ? കീർത്തി ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനും അഞ്ജലിയും ഊണ് പറഞ്ഞു, കീർത്തി ചട്ടിച്ചോറും പറഞ്ഞു. ആദ്യം ഞങ്ങളുടെ ഊണാണ് വന്നത്. ഊണ് അടിപൊളിയായിരുന്നു, നല്ല കറികളൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ചട്ടിച്ചോറ് വന്നു. ചട്ടിച്ചോറ് വർത്ത് ഹൈപ്പ് ആയിരുന്നോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഞങ്ങൾ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടൊക്കെയാണ് വന്നത്, പക്ഷെ അതിന് മാത്രം അങ്ങുണ്ടായിരുന്നോ എന്ന് തോന്നിയില്ല. വാവ് ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ അത്രേ ഫീൽ ചെയ്തുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണമായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തും കയറിയിട്ട് നേരെ തിരിച്ച് കോളേജിലോട്ട് വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഒരു ദിവസമാണ് ഇന്ന്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ നേരെ കോളേജിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ലൈബ്രറി, ബുക്സ്, വീണ്ടും എഗെയിൻ മൂഡ് പ്രിപ്പറേഷൻ, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർത്താനം, കുറച്ച് ഗോസിപ്സ്, അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.